പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ മനയൊന്നും പറഞ്ഞില്ല. എന്നാലും ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് രണ്ട് വാക്യം പറയുവാൻ ഭാഗ്യം കിട്ടുന്നത് വലിയതാണല്ലോ. അവർക്ക് ഞാൻ മനം ചെയ്തില്ല. എനിക്കറിയാവുന്നതുപോലെ ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വചനം 1 യോഹന്നാൻ 4:18 വാക്യം ഞാൻ വായിക്കാം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഈ വചനത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കും. തന്റെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അപ്പാ എന്നുള്ള സമയത്തിനായ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവേ, ദൈവമേ, ഈ വചനത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരണമേ. നിന്റെ സ്ഥാനത്തിന് അവരോട് കൂടിയിരിക്കണമേ കർത്താവേ. ഹാലേലൂയ. പടകരങ്ങൾ സമ്പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്നപ്പ എല്ലാ ദൈവങ്ങളുടെയും കരങ്ങളിൽ താഴ്ച സമർപ്പിക്കുന്നു. മാനമോത്വം പൊഴിച്ചിരിക്കുന്നത് എനിക്ക് മാത്രം യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഈ സമയം ഈ അന്ത്യ കാലഘട്ടങ്ങളില് വളരെ നമ്മൾ എങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഭയപ്പെടുന്ന ഒരു സമയം, എങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഭീതിപ്പെടുത്തുന്ന ഒരു സമയ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും ദൈവമക്കൾക്ക് വേണ്ടിയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ഭയം നമ്മളെ കൊണ്ടുവരുന്നത്, നമ്മുടെ മനുഷ്യരല്ല നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ഭയം കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്നത് നമ്മുടെ ശത്രുവായ പിശാചാണ് കൊണ്ടുവരുന്നത്. എന്നാൽ വിളിച്ച ദൈവം നമ്മുടെ വിശ്വസ്തനാണ്. അപ്പോൾ നമ്മളിൽ ആ ദൈവത്തിന്റെ, ആ വലിയവനായ ദൈവത്തിന്റെ ആ സ്നേഹം നമ്മളിൽ എപ്പോഴും നിറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഒന്നും കണ്ടാൽ നമുക്ക് ഭയപ്പെടാതിരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കുന്നത്. ആ സ്നേഹം ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കണം. ദൈവത്തെ പറ്റിയുള്ള ഒരു തികഞ്ഞ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ സമയങ്ങളൊക്കെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഭയങ്കരമായ സഭയ്ക്ക് പീഡനം, പെർസിക്യൂഷൻ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന പിശാചിനെ അറിയാം, അവനിനി അധികം സമയം ഇല്ലെന്നറിയാം. കാരണം നമ്മുടെ വചനത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നതും നമ്മൾ പഠിച്ചിരിക്കുന്നതുമായ വചനത്തിന്റെ വാക്തത്വ നിവൃത്തികളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ണാൽ കാണുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഏത് സമയവും ദൈവത്തിന്റെ വരവുണ്ടെന്നറിയാം. അപ്പോൾ പിശാചിനറിയാം അവനധികം ഇനി സമയമില്ല. അപ്പോൾ ഉള്ള സമയം കൊണ്ട് സഭയെ മുടിപ്പിക്കാനുള്ള തിരക്കിലാണ് ഈ പിശാച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ വചനത്തിൽ നമുക്ക് അതിനോടൊരു വിവേകം ഉണ്ടായിരിക്കണം. സാത്താൻ തോറ്റവനാണ്. കാരണം കാൽവരി ക്രൂശിലെ സാത്താന്റെ തലയെ തകർത്തവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. ജയം എപ്പോഴും നമുക്ക് മാത്രമാണുള്ളത്. എന്നാൽ നമ്മളതിനെ നമ്മൾ ഓരോ ഇപ്പോൾ നമ്മുടെ സഭയാകുന്ന ദൈവമക്കള് അതിനെപ്പറ്റി നന്നായി നമുക്ക് അതിനൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. പിന്നെ അതിനു വേണ്ടി നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് പോരാട്ടങ്ങളോടും ജഡരക്തങ്ങളോടാകാം. നമ്മളോട് എതിർക്കുന്ന ഇപ്പം സഭയിൽ എല്ലായിടത്തും പീഡനങ്ങൾ നടക്കുന്നു. ഭയങ്കരമായ ദേവദാസന്മാർ അകത്ത് കൊണ്ടുപോകുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത ദേവദാസന്മാരെയൊക്കെ അകത്താക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശത്രുത്വം നമ്മുടെ മനുഷ്യരോടല്ല, അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ട്. അപ്പം വചനത്തിൽ കൂടി നമ്മളോട് പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടങ്ങളോടും ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാരങ്ങളോടും സ്വർണ്ണമുള്ള ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പോൾ അവരിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ട്. അപ്പോൾ അതിനോട് നമുക്ക് ഏത് സമയത്തും നമുക്കുണ്ട്. ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കും ആകാം. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ എപ്പോഴും കരുതലോടെ നമ്മൾ എപ്പോഴും ആയിരിക്കണം. കാരണം നമ്മുടെ നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ ചിന്തനകളും നിരൂപണങ്ങളും എല്ലാം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവവുമുണ്ട്. പിശാചിന് നമ്മുടെ സകല പ്രവൃത്തികളും കാണുന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ദുഷ്ടങ്ങളെ എതിർക്കാൻ നമുക്കുണ്ട്. ഒരു വഴക്കുണ്ട്, ഒരാൾ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് 10 വർത്താനം തിരികെ പറഞ്ഞ് അത് എതിർക്കുന്നതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ എഫെസ്യരുടെ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, സത്യം അരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കൻ കാലിന് ചെരുപ്പാകണം. പിന്നെ വിശ്വാസം എന്ന പരിചയം എടുക്കണം. ആത്മാവിന്റെ വചനം എന്ന വാളുണ്ടായിരിക്കണം. നീതി എന്ന കവചം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്
ഈ സർവായുധ വർഗം നമ്മളിൽ ധരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മുടെ ഓരോ വാക്കിനെയും നമ്മളോട് പിന്നെ പിശാച് അവകാശം പറയുന്ന ഒരു പിശാച്, കാരണം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾക്ക് അവകാശം പറയാൻ ഒരു ദുഷ്ടനുണ്ടോ എന്നുള്ളൊരു ബോധ്യം ഈ അന്ത്യ കാലഘട്ടത്തിൽ നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് സമയത്തും ഉണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണേലും നമ്മൾക്കാണേലും എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്ന് പിശാച് വളരെ നമ്മളെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഒരു മനസ്സോടു കൂടി ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് നമ്മുടെ ദുഷ്ടനോട് എതിർത്ത് തന്നാൽ മാത്രമേ നമുക്ക് ഈ അന്ത്യ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സാമനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഏത് സമയം ഒരു പോരാട്ടം വന്നു കഴിയുമ്പോൾ നമുക്കത് നിൽക്കണമെന്നും ദൈവത്തിന്റെ വലിയവനായ ദൈവത്തിന്റെ തികഞ്ഞ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ പേടിക്കാതെ നിൽക്കത്തുള്ളൂ. കാരണം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, പിന്നെ യഹോവയെ വിളിച്ചും എന്റെ ലക്ഷ്യമാവുന്ന ഞാൻ ആരെ ഭയപ്പെടും, യഹോവയുടെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അങ്ങനെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ദൈവത്തിന്റെ വചനമെന്ന വാട് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വിശുദ്ധി വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, നമ്മൾ വിശുദ്ധിയോട് വേർപാടോട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈന്യം ഇറങ്ങി വന്നെന്ന് പറഞ്ഞാലും നമ്മൾക്ക് പേടി തോന്നത്തില്ല. കാരണം ദൈവം വിശ്വസ്തരാണ്. നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലെന്നല്ല, എല്ലാം ഉണ്ടാകും. എന്നാലും അതിന്റെ പുറകിൽ വലിയവനായ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയുണ്ട്. ഇപ്പം സഭ ഇത്രയും പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്നു. ഈ ആരംഭത്തേക്കാൾ അവസാനം ഏറ്റവും അനുഗ്രഹം പൂർണ്ണമാക്കുന്ന ദൈവം നവംബർ ഡിസംബർ മാസം 25ന്റെ ലാസ്റ്റ് മാസങ്ങളാണ്. ഈ നവംബർ ഡിസംബർ മാസത്തിന് എന്താണ് ദൈവം ചെയ്യാനിരിക്കുന്നത് നമുക്കറിയത്തില്ല. കർത്താവിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ വയറ്റിൽ ശിശു ഉരുവാകുന്നതെന്നും നിങ്ങൾ അറിയാത്തതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ അറിയുന്നില്ല എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കാണിക്കുന്നുവെങ്കിലും അവരെല്ലാം ലജ്ജിപ്പിച്ചുകൊണ്ട് നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തമനവധിയായ തേജസ്സിന്റെ നിത്യഘനം കിട്ടുവാൻ തവണ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി ഇന്ത്യയിൽ ഉണ്ടാകും. കാരണം ഉണർവിന് മുമ്പ് സഭയ്ക്കൊരു പീഡനം ഉണ്ട്. ആ പീഡനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ യാതൊരു സംശയമില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്നുവരെയും നമ്മളെ കരുതിയ ദൈവം ഇനിയും മുമ്പോട്ട് കരുതാൻ നമുക്ക് ദൈവം സർവശക്തനാണ്. അപ്പൊ നമുക്ക് ഒരു മനസ്സോടുള്ള ഹൃദയത്തോടുകൂടി ഒരുമിച്ച് നല്ലൊരു യൂണിറ്റി ആയിട്ട് നമ്മുടെ രാജസ്ഥാന് വേണ്ടിയിട്ടും നമ്മുടെ ജാലവാടിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം പ്രതികൂലമാണെങ്കിലും ഈ സഭ നിറഞ്ഞ കഴിയുവാൻ തവണ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. എല്ലാം ദൈവം ജയിലിലായിരിക്കുന്ന ദൈവദാസന്മാരെ എല്ലാവർക്കും അവർക്ക് ദൈവം മനസ്സിന്റെ ബലവും ധൈര്യവും കൊടുക്കണേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളൊക്കെയും എൻ്റെ ദൈവം അവരെല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് ഒന്നിലും ഭയപ്പെടാതെ ആ ദൈവത്തിന്റെ വലിയ സ്നേഹം അവർ നിറഞ്ഞു കവിയുവാൻ എല്ലാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട്